വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസു പ്രതിപട്ടികയിൽ. കട്ടിലപ്പാളി കേസിലാണ് പ്രതിയാകുന്നത്. മൂന്നാം പ്രതിയാണ് എൻ വാസു എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. വിവരങ്ങളുമായി ദിസ്ന ചേരുന്നുണ്ട്. ദിസ്ന, എന്താണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? നിലിമ, നമുക്കറിയാം ഈ പ്രധാനമായും കട്ടിളപ്പാളി കേസിലാണ് എൻ വാസു പ്രതിപട്ടികയിൽ ഉള്ളത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ചെമ്പാക്കി മാറ്റിയതിൽ, സ്വർണം ചെമ്പാക്കി മാറ്റിയതിൽ മുഖ്യ സൂത്രധാരനാണ് എൻ വാസു എന്നത് തന്നെയാണ് പ്രധാനമായും SIT കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം 2019 ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം തന്നെ എൻ വാസുവിനെ ഉൾപ്പെടെ വിളിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതിയായി പ്രതിപട്ടികയിൽ എൻ വാസുവിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാം പ്രതിയായാണ് എൻ വാസു ഉള്ളത് എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു നിലിമ. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ എൻ വാസു കൂടി പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുന്നത്. 2019 ഉൾപ്പെടെ ഈ എൻ വാസു തന്ത്രി പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് എന്നൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും തന്ത്രി ഉൾപ്പെടെ അത് നിഷേധിച്ച് രംഗത്ത് വരുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കട്ടിലപ്പാളി കേസുമായി ബന്ധപ്പെട്ടാണ് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. മൂന്നാം പ്രതിയായാണ് എൻ വാസുവിനെ പ്രതി ചേർത്തിട്ടുള്ളത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. നീലിമ, കട്ടിലപ്പാളി കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാസുവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ദിസ്ന സൂചിപ്പിച്ചത്. ആ സമയത്ത് ദേവസ്വം കമ്മീഷണറായിരുന്നു എൻ വാസു. ഈ കട്ടിലപ്പാളി മോഷണ കേസിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളി കൈമാറാൻ ശുപാർശ ചെയ്തത് എൻ വാസുവാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയിൽ SIT അതീവ ഗുരുതരമായ ചില കാര്യങ്ങളാണ് വാസുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വളരെ കൃത്യമായി അത് ചെമ്പാണ് എന്ന് രേഖപ്പെടുത്താൻ ശുപാർശ നൽകിയത്, അത്തരത്തിൽ തീരുമാനമെടുത്തത് അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവാണ് എന്നാണ് SITയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ദിസ്ന, തീർച്ചയായും നിലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞാൽ ആസൂത്രിതമായി നടത്തിയ ഒരു കവർച്ച എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ആദ്യഘട്ടം മുതൽ അത്തരത്തിൽ സംശയം ജനിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിൻ്റെയും ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ വെച്ച് SIT സംഘം അന്വേഷണം നടത്തിയത് എന്ന് തന്നെയാണ്. പ്രധാനമായും സാധാരണക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് വളർന്ന് വലിയൊരു സമ്പന്നനായി മാറുന്നത് അയൽവാസികൾക്കിടയിൽ പോലും വലിയൊരു അത്ഭുതം ജനിപ്പിച്ചിരുന്നു എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ വാസുവിൻ്റെ ഉൾപ്പെടെ പുതിയ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 ദേവസ്വം കമ്മീഷണർ ഓഫീസറായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വർണം ചെമ്പാക്കി മാറ്റി, അതായത് മഹസറിൽ തിരുത്തുവരുത്തിയതും ഈ എൻ വാസുവാണ് എന്ന അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും അന്വേഷണ സംഘത്തോട് തീരെ സഹകരിക്കാത്ത ഒരു രീതിയായിരുന്നു എൻ വാസുവിനുണ്ടായിരുന്നത്. പിന്നീട് എൻ വാസുവിന്റെ കയ്യിൽ നിന്നും നിരവധി രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയുകയാണെങ്കിൽ ഭാര്യയുടേതുൾപ്പെടെയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ, അതായത് അക്കൗണ്ടുകളാണ് ആദ്യഘട്ടത്തിൽ എൻ വാസുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപേ ഈ അന്വേഷണ സംഘം പരിശോധിച്ചത്. അതിൽ എത്രത്തോളം സാമ്പത്തികം ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിശദമായ കണക്കുകളൊക്കെ തന്നെയും ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പിന്നീടാണ് വാസുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും എൻ വാസുവും കൂടി ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മൂന്നാം പ്രതിയായാണ് എൻ വാസു പ്രതിപട്ടികയിൽ കട്ടിലപ്പാളി വിഷയത്തിൽ ഉള്ളത് എന്ന് തന്നെയാണ്. ഇനി വരും ദിവസങ്ങളിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും എൻ വാസുവിനെയും കൂടാതെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം ഈ ഘട്ടത്തിൽ വരുന്നത് ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൂടി ഈ സ്വർണ്ണ കൊള്ള എത്തി നിൽക്കുകയാണ്. എൻ വാസു എന്ന് പറയുന്നത് ദേവസ്വം കമ്മീഷണറായിരുന്നു. പിന്നീട് അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്ന സാഹചര്യം എൻ വാസുവിന് ഉണ്ടാകുകയാണ്. വളരെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഈ എൻ വാസുവിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെയായി വളരെ അടുത്ത ബന്ധം എൻ വാസുവിന് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ സ്വാഭാവികമായും ഇത് ഉന്നത രാഷ്ട്രീയ വൃത്തത്തിലേക്കൊക്കെ ഈ കേസ് എത്തിപ്പെടുകയാണ്. അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കടക്കം അന്വേഷണം എത്തുന്ന ചില സൂചനകളാണോ ഇപ്പോൾ കാണുന്നത് ദിസ്ന?
നീലിമ, പ്രധാനമായും ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് ഈ വിഷയത്തിൽ കൃത്യമായി അറിയേണ്ടതുണ്ട്. എം വി ഗോവിന്ദൻ, അതായത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആദ്യഘട്ടം മുതൽ പറയുന്നത് അന്വേഷണം നടക്കുന്നു, അത് കൃത്യമായി നടക്കട്ടെ എന്നൊരു കാര്യം തന്നെയാണ്. ഉന്നതരായാൽ പോലും കൊടിയുടെ നിറം നോക്കി തങ്ങൾ ഒരിക്കലും സംരക്ഷിക്കില്ല എന്ന ഉറപ്പൊക്കെ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അന്വേഷണം മുന്നോട്ട് എങ്ങനെ പോകുമെന്നും അത് സംബന്ധിച്ച് എപ്രകാരമായിരിക്കും അന്വേഷണം നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും നമുക്ക് കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഈ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു അന്വേഷണം നടന്നിരുന്നത് എന്ന് തന്നെയാണ് മാധ്യമങ്ങളോടൊക്കെ തന്നെയും വലിയ രീതിയിൽ പറഞ്ഞിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു. എന്നാൽ പിന്നീട് തെളിവുകളൊക്കെ തന്നെയും തിരിച്ചടിയായി മാറിയപ്പോൾ മാധ്യമങ്ങളോട് ഒരു പ്രതികരണത്തിന് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയൊന്നും തയ്യാറായിരുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എൻ വാസുവും ഇപ്പോൾ പ്രതിപട്ടികയിൽ കുടുങ്ങിയിരിക്കുന്നു. വരും ദിവസങ്ങളിലൊക്കെ തന്നെയും കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീങ്ങും. ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമായിരിക്കുമോ ഈ അന്വേഷണം എത്തി നിൽക്കുക എന്നൊരു ചോദ്യം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നീലിമ, ദിസ്ന, അതീവ ഗുരുതരമായ പരാമർശങ്ങളാണ് SIT നടത്തിയിരിക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് ഈ കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് പുറത്തു വന്നു. ഈ പകർപ്പിനകത്താണ് എൻ വാസുവിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കുന്ന വിധത്തിൽ ഈ വൻ കൊള്ളയ്ക്ക് വാസു നേതൃത്വം നൽകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചെമ്പുപാളികൾ വിജയ് മല്യ അവിടെ സമർപ്പിച്ച ഈ ദ്വാരപാലക പാളികളിൽ പൊതിഞ്ഞു നൽകിയ സ്വർണം, അതിനു മുൻപാണ് കട്ടിലപ്പാളി അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. കട്ടിലപ്പാളികളിലെ സ്വർണം അഴിച്ചു മാറ്റുന്ന സാഹചര്യമുണ്ടായത്. ആ കേസിലാണ് ഇപ്പോൾ വളരെ കൃത്യമായി എൻ വാസു പ്രതിപട്ടികയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും പിന്നീട് നടന്ന സമാനമായ സംഭവങ്ങളിലെല്ലാം തന്നെ വാസുവിൻ്റെ ഒരു സാന്നിധ്യം അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എൻ വാസു മൂന്നാം പ്രതിയാവുന്നു. ഉന്നത രാഷ്ട്രീയ വൃത്തങ്ങളിലേക്ക് കൂടി, ആ ബന്ധങ്ങളിലേക്ക് കൂടി വഴിതെളിക്കില്ലേ വാസുവിൻ്റെ ഇനി അങ്ങോട്ടുള്ള അറസ്റ്റുമെല്ലാം? നീലിമ, പ്രധാനമായും എടുത്തു പറയേണ്ടത് എൻ വാസുവിൽ മാത്രം അന്വേഷണം ചുരുങ്ങുമോ എന്നൊരു ആശങ്കയും വിവിധ ഹിന്ദു സംഘടനകൾ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. പ്രധാനമായും ഈ ഉന്നത തലത്തിലേക്ക് അല്ലെങ്കിൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന് പറയുമ്പോഴും കൃത്യമായി അന്വേഷണം ഉന്നതരിലേക്ക് എത്തുന്നുണ്ടോ എന്നൊരു സംഭവം ഒക്കെ തന്നെയും വലിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നു എന്നത് തന്നെയാണ്. പക്ഷേ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. SITയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ, അതായത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉൾപ്പെടെ കൃത്യമായി ഇത്തരത്തിൽ ഒരു സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ടെന്നും അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെയും ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഉൾപ്പെടെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ വിവരങ്ങൾ, അതായത് മൊഴിയിൽ നേരത്തെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെയും മറനീക്കി പുറത്തു വന്നുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു എന്ന് തന്നെയാണ് SIT സംഘത്തിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിലിമ, അതോടൊപ്പം തന്നെ ഈ 2019 വിവിധ ഇടപാടുകളുടെ രേഖകൾ, അതായത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ ഇടപാടുകൾ, ദേവസ്വം ബോർഡ് നടത്തിയ വിവിധ ഇടപാടുകളുടെ രേഖകളൊക്കെ തന്നെയും പിടിച്ചെടുക്കാൻ SIT അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ആധികാരികമായി തന്നെയാണ് അന്വേഷണം ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അന്വേഷണം അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഉന്നത തലത്തിലേക്ക് അല്ലെങ്കിൽ ഉന്നതരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്നൊരു ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം നീളുവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, കൂടുതൽ അറസ്റ്റുകളൊക്കെ തന്നെയും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. നീലിമ, മാത്രവുമല്ല നാളെ വളരെ പ്രധാനമായ ഒരു നീക്കം SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുകയാണ്. അതായത് ഈ സ്വർണ്ണപ്പാളി മോഷണക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നാളെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുകയാണ്. ഈ അന്വേഷണ സംഘത്തലവൻ SP ശശിധരൻ കോടതിയിൽ നേരിട്ട് ഹാജരാകി മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിൽ വളരെ കൃത്യമായി ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിൻ്റെ പങ്കിനെക്കുറിച്ച് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വീണ്ടും വാസുവിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുമെന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യമായി ഈ സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിന് പങ്കാളിത്തമുണ്ട് എന്ന വലിയ കണ്ടെത്തലിലേക്ക് SIT കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ വാസുവിൻ്റെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ലേ?
തീർച്ചയായും കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് എൻ വാസുവിന് ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് പിന്നീട് കോടതിയിൽ ഹാജരാക്കിയായിരുന്നു. അത്തരത്തിൽ നാളെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കപ്പെടും. അത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശിധരൻ നേരിട്ടെത്തിയാണ് ഇത്തരത്തിൽ മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ. ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം റിപ്പോർട്ടിൽ എന്തൊക്കെ ഉൾപ്പെടുത്തി എന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ഈ വിഷയത്തെ വിശകലനം ചെയ്യാൻ സാധിക്കുക. നീലിമ, പ്രധാനമായും കൂടുതൽ ആളുകളുടെ പങ്കിനെ പറ്റി അതിൽ വിശദീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വാതിൽപ്പാളി മോഷണ കേസിൽ ചോദ്യം ചെയ്യുന്നത് SIT തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പല ഘട്ടങ്ങളായി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നാളെ ഹൈക്കോടതിയിൽ ഈ കേസ് എത്തുകയാണ്. SITയുടെ ഒരു റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാകുക, ആരെക്കുറിച്ചൊക്കെ പരാമർശമുണ്ടാകും എന്നുള്ള തരത്തിലുള്ള വലിയ വിവരങ്ങൾ പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ. സ്വാഭാവികമായും അത് അടച്ച ഓഫ് ക്യാമറ പ്രൊസീഡിങ്സ് ആണ് കോടതിയിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് കോടതിയിൽ നാളെ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ ജിജ്ഞാസ നിലനിൽക്കുകയാണ് ദിസ്ന. തീർച്ചയായും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ, അതായത് ആരുടെയൊക്കെ പങ്കാളിത്തമാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്, എത്രത്തോളമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു പൂർണ്ണ റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക. അതായത് വിശദമായ റിപ്പോർട്ട്, രേഖകളായിരിക്കും നൽകുക എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് SP ശശിധരൻ നേരിട്ടെത്തിയായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നൊരു വിവരം കൂടിയാണ് നിലവിൽ നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഓരോരുത്തരുടെയും പങ്ക് വളരെ വ്യക്തമായി ഈ റിപ്പോർട്ടിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായി അതായത് എൻ വാസുവിനെ ഇന്ന് പ്രതിപട്ടികയിൽ ചേർക്കുന്നു. എൻ വാസു എത്രത്തോളം ഇതിൽ പ്രേക്ഷകരുടെ അറിവിലേക്കായി പറയുകയാണ്. ആ റിപ്പോർട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള റിപ്പോർട്ട് ആണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇതിലാണ് വളരെ കൃത്യമായി എൻ വാസുവിന് ഈ സ്വർണ്ണക്കൊള്ളയിൽ വളരെ കൃത്യമായ പങ്കുണ്ട്. കട്ടിളപ്പാളിയിലെ സ്വർണം മാറ്റിയതിൽ വളരെ അധികം ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് കോടികൾ നഷ്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള ചില ഇടപെടലുകൾ അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു നടത്തി എന്ന് സ്ഥിരീകരിക്കാവുന്ന ആ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇത് SIT കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ പകർപ്പാണ്. ഇതിലാണ് വളരെ കൃത്യമായി എൻ വാസു ഈ സ്വർണ്ണക്കുള്ളയ്ക്ക് കൂട്ടുനിന്നു. ചെമ്പുപാളി എന്ന് എഴുതി വെച്ചത് ഈ എൻ വാസുവിന്റെ ശുപാർശയിലാണ്. അപ്പോൾ എൻ വാസു എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല എന്ന് നമുക്കറിയാം ദിസ്ന. ഈ എൻ വാസു എന്ന് പറയുന്നത് CPMുമായി വളരെ അടുത്ത ബന്ധമുള്ള, മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധം, അതുപോലെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി വളരെ അടുത്ത ബന്ധം, അങ്ങനെ ഉന്നതങ്ങളിൽ നീളുന്നതാണ് എൻ വാസു എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം കമ്മീഷണർ. പിന്നീട് പ്രസിഡന്റായി വരികയാണ്. വളരെ പിടിപാടുള്ള ഭരണ കക്ഷിയുമായി CPMുമായൊക്കെ CPIയുമായൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന എൻ വാസു ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് എത്തുമ്പോൾ ആരാണ് അടുത്തത് എന്നുള്ള ചോദ്യമാണ്, ജിജ്ഞാസയാണ് ഈ ഘട്ടം ഉയരേണ്ടത് ദിസ്ന. തീർച്ചയായും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ആദ്യഘട്ടമായി എൻ വാസു പ്രതിപട്ടികയിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. പക്ഷേ അത് എത്രത്തോളമാണ് ഈ അന്വേഷണം മുന്നോട്ട് പോവുക എന്നതും ഒരു സംശയം നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രധാനമായും ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന് പറയുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം അത് സംബന്ധിച്ച ആളുകളെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം പോയിരുന്നത് എന്നതാണ്. പിന്നീടാണ് ഈ എൻ വാസുവിലേക്ക് ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനിലേക്ക് ഈ അന്വേഷണം വരുന്നത്. ഇപ്പോൾ ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെ പ്രതി ചേർത്തിരിക്കുന്നു എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെയും വിവിധ ഹൈന്ദവ സംഘടനകൾ ഇത് സംബന്ധിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ, അതായത് ഈ 2019 കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് അവിടെ നടന്ന ക്രയവിക്രയങ്ങളുടെ അല്ലെങ്കിൽ അവിടെ നടന്ന പ്രവർത്തനങ്ങളുടെ ഒന്നും തന്നെ രേഖകൾ കൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല അന്വേഷണ സംഘത്തിന് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിന് ആ രേഖകളൊക്കെ തന്നെയും ലഭിച്ചത്. ആ രേഖകളിലൊക്കെ തന്നെയും വിവിധ ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നതും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. എന്തായാലും ഈ രേഖകളുടെ ഉൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെടുക എന്നതാണ് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടത്.